ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഇന്ന് ഞങ്ങളുടെ UK യൂറോപ്പ് ട്രിപ്പിൻ്റെ 5th ഡേ ആണ്. ഇന്ന് ഞങ്ങൾ നെതർലാൻഡ്സിൽ നിന്ന് ബെൽജിയം വഴി ഫ്രാൻസിലെത്തി. അപ്പം ഞങ്ങളിന്ന് നെതർലാൻഡ്സ്, ബെൽജിയം, ഫ്രാൻസ് മൂന്നാമത്തെ കൺട്രിയാണ്. പക്ഷേ ഈ ബെൽജിയം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കൺട്രിയാണ്. ബെൽജിയത്തിൽ ബ്രസൽസ് ആണ് ഞങ്ങൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഇൻ അങ്ങനെയൊന്നും ഇല്ല. കാരണം ഷെങ്കൺ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാം ട്രാവൽ ചെയ്യാം. ജസ്റ്റ് അവരുടെ ഒരു കൊടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതും കണ്ടില്ല, കാരണം ഉറക്കമായിരുന്നു. അപ്പോൾ ഇത് മാറി അടുത്തതിലേക്ക് വരുമ്പോൾ റോഡും എല്ലാം ഒരേപോലെ. അപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് ജയകൃഷ്ണൻ ഇത് പറഞ്ഞപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു. ഞാൻ കണ്ണു തുറന്നപ്പോഴേക്കും അത് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് പതാക പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. റോഡ് നോക്കുമ്പോൾ അതിന് മുമ്പ് കണ്ടതും അത് കഴിഞ്ഞിട്ട് കണ്ടതും ഏകദേശം എല്ലാം ഒരേപോലെ. പിന്നെ ഇന്ന് ഞങ്ങളുടെ യാത്ര ലോങ് ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഒട്ടും ബോറടി ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവായിരുന്നു. എല്ലാവരും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും ആക്റ്റീവായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉറങ്ങി. കാരണം ഞങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. കാരണം ഇവിടെ ഇപ്പോൾ 9 മണി കഴിഞ്ഞു. പക്ഷെ ഇവിടെ പുറത്തെ കാഴ്ച, ഞാനിപ്പോൾ റൂമിലാണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പുറത്തെ കാഴ്ച. ഇതാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് 9 മണി സമയത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇങ്ങനെയാണ് 9 മണി സമയം. ഇങ്ങനെയാണ് സൂര്യൻ. ഒരു 5 മിനിറ്റ് മുമ്പ് അവിടെ കാണാമായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു നാട്ടിൽ 6 മണിയൊക്കെ ആയ പ്രതീതിയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സജിയും കുറച്ച് പേരും ഇവരൊന്നും കൂടി കറങ്ങാൻ പോയേക്കാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഹോട്ടലിലേക്ക് വന്നത്. അപ്പോൾ അവരൊന്നും കൂടി കറങ്ങാൻ പോയേക്കാണ്. കാരണം ഇത്രയും വെട്ടമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഒരു ട്രിപ്പ് മൂഡിലാണ്. അപ്പം ഞാൻ വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. കാരണം അതാത് ദിവസം അപ്ലോഡ് ചെയ്ത് തീർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാനത്തെ കൊമ്പനാനപ്പുറത്ത് അമ്പിളിയമ്മ താമര കുമ്പിളിൽ നിന്നുണ്ട്. താമര കുമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ.
പായസച്ചോറുണ്ട ഞങ്ങള് പാടിയുറക്കുമല്ലോ, പല മരത്തണലിൽ തൂമല പായ വിരിക്കുമല്ലോ. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്നുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാന പുറത്ത്. ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതൻ മിതമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാലമടം വിടാൻ എത്ര ബഹുലമത്. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ മിതമാർക്കു ചിന്തിച്ചറിയാം. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടലിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടലിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. സൃഷ്ടിതൻ സൗന്ദര്യമന്തിരിച്ചാറിന കൈക്കൊണ്ടു നീട്ടുന്നു കാണാ പൊന്നിന് പോണോരെ, കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. 14 രാവിലെ പാരാണിക്കരയിലെ മത്സ്യകന്യകമാരുടെ കണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ തിന്നലേ കണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ തന്തന തന്തന തന്ത പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ തന്തന തന്തന തന്ത. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലാണ് പാടുന്നത്. ഓക്കെ ഓക്കെ. All best wishes to all the mothers here. Okay, thank you. Mother of mine, you give it to me all of my life to do as I please. I owe everything I have to you, mother, sweet mother of mine. Mother, you gave me happiness much more
കൈകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ യാഗചന്ദനം നിന്റെ നെറ്റി എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയവഴിയിൽ നീ ഭയമരുളൂ രക്ഷക വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശം ദൈവസ്നേഹം നിറയ്ക്കണേ. കാണേണ്ട ഒരു മോണിമെന്റ് എടുക്കലാണ്. നമ്മുടെ 11 മണിയോടുകൂടി നമ്മുടെ ഗൈഡ് ഇങ്ങോട്ട് എത്തുള്ളൂ. നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാലോ. അതെ അതെ. അപ്പൊ നമുക്ക് ഞാൻ ഇതിനെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടൊന്നും പോലും ഇറങ്ങിയിട്ട് 4 ഫോട്ടോ എടുക്കും. സംഗതി അറ്റോമിയം എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇതൊരു അയൺ ക്രിസ്റ്റൽ മാഗ്നിഫൈഡ് 150 മില്യൺ ടൈംസ് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ചൊരു അയൺ ക്രിസ്റ്റൽ മാഗ്നിഫൈ ചെയ്തെടുത്തതിന്റെ ഒരു ഷേപ്പാണ് ഇവിടെ കാണുന്നത്. ഡിസൈൻഡ് ആസ് എ സിംബൽ ഓഫ് ദ പ്രിൻസിപ്പൽ പവലിയൻ ഓഫ് ദ ബ്രസൽസ് വേൾഡ് ഫെയർ. 1958 വേൾഡ് ഫെയറിന്റെ ഒരു പ്രിൻസിപ്പൽ എക്സ്പോർഡ് ആയ ഒരു പ്രിൻസിപ്പൽ പവലിയനായിട്ട് 1958 പണിതാണ്. ഇതൊരു 10.2 മീറ്റർ ആണ് ഇതിന്റെ പൊക്കം. ഇനോർമസ് സ്കൾപ്ചറാണ്. വെയിങ് മോർ ദാൻ 4000 ടണ്ണിൽ കൂടുതൽ ഇതിന് തൂക്കമുണ്ട്. ഇതൊരു സ്കൾപ്ചർ ആറ്റത്തിന്റെ ഒരു സ്കൾപ്ചറാണ്. ഇതൊരു ബെൽജിയം ക്യാപിറ്റലായ ബ്രസൽസിന്റെ ഒരു ഇമേജ് ആയിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഈഫൽ ടവർ എങ്ങനെയാണോ പാരീസിനായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് എന്തിനാ വെച്ചു എന്ന് ചോദിച്ചാല് ഈ അന്നത്തെ 1958 നടന്ന വേൾഡ് എക്സിബിഷന്റെ തീം എന്ന് പറയുന്നത് ഫ്യൂച്ചർ എന്നായിരുന്നു, ഭാവി. 20 years ago there was another exhibition in Brussels. അത് 1935 ഉണ്ടായിരുന്നു. ആ സമയത്ത് തീം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ആയിരുന്നു. ഈ 58 വേൾഡ് എക്സിബിഷന്റെ തീം ഫ്യൂച്ചർ ആയതുകൊണ്ട് അത് 1958 എന്ന് പറയുന്നത് ഏതാണ്ട് 15 വർഷത്തിന് ഈ രണ്ടാം ലോകയുദ്ധത്തിന് 15 വർഷത്തിന് ശേഷം നടന്നൊരു എക്സ്പോ ആയിരുന്നു. അപ്പൊ യൂറോപ്പ് ക്രമേണ വേൾഡ് വാറിന്റെ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ പുരോഗതി പ്രാപിച്ചുകൊണ്ട് വരുന്ന ഞങ്ങൾക്ക് ഈ അറ്റോമിയത്തിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കത് ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളിന്ന്
ഞാൻ പറഞ്ഞു ഫ്രാൻസിലേക്കുള്ള യാത്രയിലേക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ സ്റ്റോപ്പ് മാത്രമാണ് അറ്റോമിയത്തിൽ ഉണ്ടായിരുന്നത്. Thursday it was Ascension Day. There are some Christians on the bus, I was told. So it was Ascension Day Thursday, and many people had a long weekend. I was at the seaside yesterday. It was full of people, and it was like during the holiday, which is in this country July and August. School holidays, 2 months, July and August. Now, my name is Achille, which is a Greek name, but apart from that, I am 100% Belgian, as they say here. Why do I mention this? Because in this city, in Brussels, I am a minority. Only in New York and in Dubai there are more foreigners than in Brussels. Now, you probably know already, Belgium is a small country, smaller than Kerala even, let alone India. How many people live here? 11.5 million. In history, a long time ago, we were together with the Netherlands. So if you add them up, Belgium and the Netherlands, that's more or less 13 million. So Kerala still wins. You've got more inhabitants than 13 million. Here in Europe, they say that Belgium and the Netherlands are densely populated, because in countries like France, Germany, Britain, they are bigger than Belgium, and per square kilometer there are fewer people than here. Now, what language do we speak here? Like in our neighboring countries, in the north, Dutch, like in the Netherlands, in the south, French. But in Brussels, here in this city, with 1.2 million people, both languages, everything is bilingual, French and Dutch. Then there is a third official language in Belgium, which is not English, it is German. Why? Because there are some people in the east of the country, close to the border with Germany, who have German as a native language. That part of Germany was ceded to Belgium after World War I, because Germany invaded Belgium and Germany was defeated in 1918. The Germans did a lot of destruction, and as a kind of repair, that part was ceded to Belgium. After World War II, there was a referendum, and these people chose to remain within Belgium. Just 80,000 people. They've got their own government, their own parliament. Small, but they have self-rule, let's say. And so have the people in the north, in Flanders, and the people in the south, Wallonia. Also, Brussels has got its own parliament. So we are a small country, but we are rich in politicians and rich in governments, and this also for that reason we are very much indebted as a country. But so are all countries nowadays. They say that's not a problem. So the Belgian economy is doing quite well, because the main exports are pharmaceutical products, chemical products, around the port of Antwerp. Have you heard of Antwerp? You passed Antwerp on your way from the Netherlands. The gateway, the Atomium, was the Belgian monument of the World Exhibition of 1958, 66 years ago. It was the first World Exhibition after the Second World War. The theme was future. That's why this monument is futuristic, scientific. It is an iron crystal magnified 165 billion times. So under the microscope, a tiny piece of iron has got that structure. In those days, 1950s, there were scientific exhibitions in the sphere, except the top one that was and still is a restaurant where you can try Belgian specialties. But in all the other spheres there were scientific exhibition. The name Atomium comes from atom, atomic energy. More than half of our power nowadays come from nuclear power plants. And in those days they thought that science and technology would save the world. Second part, atomium, the eum comes from aluminium. The outside of these spheres at that time was aluminium, but after
after 40 years it had gone dull and grey, and it was replaced, as you could see, by stainless steel. That's why it looks like new, shining when the sun shines. From the top, 102 meters, you have a wonderful view over Brussels and half of Belgium. I'm exaggerating a bit, but this is a small country. Anyway, we turn to the right, have a look at this sign here. To your left, you can see Mini Europe and the Leaning Tower of Pisa. So, after the World Exhibition, this area, 150 hectares, 400 acres, was turned into a trade fair and leisure area. So, especially in the weekend and for trade fairs in winter, there's a lot going on here. We have good links close to the highway, to the motorway, good public transport to the city center of NATO, to the east of the city, and then there are lots of multinational companies with a headquarter here. Now, this to the right hand side is what is left of the American Pavilion of 1958. It was a TV studio at that time, and not all Belgians had black and white TV in the 1950s, but here they say church built in the middle of the 19th century in honor of our first queen, first Belgian queen. She was the daughter of the French king. In those days, sometimes even rich people died young. This queen was only 39 when she died. And before her death, she requested her husband to build a church close to the residence. All Belgian husbands do what their wives ask. So also the king. Now, you see the color of that church. White is beige. That is sandstone. Very soft, but also vulnerable for pollution. 10 years ago it was totally black, and official buildings, also churches, are taken care of by the state, and it is the state that paid for renovation. In this church there is a crypt underground where the marble tombs are of the deceased kings and queens, a little bit smaller than the Taj Mahal. So have a look at the facade here. And there's also a cemetery close to the church where lots of famous people are buried. Have a look at your left hand side. You see a beautiful mural, and all over Brussels there are 60 mural paintings that are dedicated to comics. Have you heard of the Smurfs? Do you know the Smurfs in India? These blue creatures, small blue creatures, the Smurfs. From Charleroi to Antwerp. Yeah, right. This is a very complicated traffic situation. That's why during the week there are always traffic jams here. But looks like we're lucky today on Sunday. I was at the seaside in Belgium, about 120 kilometers to the west, and it was so crowded. So I guess some people... Highest building tower. എത്ര നിലയാന്ന് പറഞ്ഞില്ലല്ലോ? എത്ര നിലയാന്ന് പറഞ്ഞോ? Highest residential. This canal used to be the industrial axis of Belgium. Till World War II, we were mainly known for coal and steel and industry. Brussels. Yeah, here to the right, yeah. And what you see in front of you with that big crane, that is the North Railway Station. Sound, little more sound. Sound is not a sound. Can you hear me? But then if people talk and volume.
Like that, like that. Okay. Is it better now? Yes. Yes. In this street there are lots of ministries. That's why you saw so many flags as well. Ministries. All civil servants. Years ago there was still some industry in Brussels, like food production and distribution, but also textile and even metal. But that's all finished now. Look at that dome building to your right. As you will go to Paris, you will see another church with a dome, the Sacré-Cœur, the Holy Heart. That is one landmark in Paris. This one is the counterpart. So mainly offices along this road, but coming up behind the traffic light is a hospital. Also, two names, as you can see, French and Dutch, by law, bilingual. There's no traffic. We could go to the EU district. Only on Sunday. During the week, it is so full of cars over there that you're always stuck for an hour. To the left is the former botanical garden of Brussels. And Belgium was known for cultivating vegetables, fruit, etc. ബെൽജിയം ബ്രസൽസിലെ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലാണ് ഈ കാണുന്നത്. En een aangename week in afwachting van de komst van de geest. Frères et sœurs, nous vous souhaitons un très bon dimanche et une agréable semaine. Attendons la venue de l'Esprit Saint. Domine salve facegem nosum filium. Mogen u allen zijn zegen en ook de paasvreugde schenken. Door zijn verlossing hebt gij de ware vrijheid ontvangen. Mocht gij ook door zijn welwillendheid deel krijgen aan het eeuwig geluk. Amen. Door geloof en doopsel zijt gij met de Heer opgestaan tot leven. Mocht gij nu door goed te leven eenmaal thuiskomen in zijn koninkrijk. Amen. En zegene u de almachtige God, de Vader, de Zoon en de Heilige Geest. Ete missa est, alleluia, alleluia.
ഞങ്ങൾ കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ബെൽജിയത്തിലെ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇന്ന് ഫ്രാൻസിലേക്കാണ് പോരുന്നത്. ഫ്രാൻസിലെ പാരീസിലാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ. It's a temporary art exhibition in the middle here, a Brussels artist. For your information, the most expensive, the most beautiful shops are in the second part. This is called the King's Gallery. The second part is the Queen's Gallery. That's where the expensive shops are. Is of historical importance, and opposite this side of the Grand Place there is a house where the French writer Victor Hugo lived, the one who wrote Les Miserables. Excuse me. What you are filming, that is the old building, 600 years old, that one. That is the city hall. That is the town hall. So it is an official building, that one. Yeah. All the other ones are privately owned. That's the town hall, city hall. They say Grand Place, or in Dutch, Main Market, because there used to be a market here. It's sold. But just 5 years ago, there used to be on Sunday a plant and flowers market. But it was an old man in his 70s, and his family had been coming here for generations. But as he was already late 70s, he quit and nobody took over. So only art is sold here now at the moment. So on this square, 2 public buildings. The City Hall, Town Hall, and opposite the Museum of Brussels. That grey building in limestone. This is sandstone, just like the church we passed near the Atomium. Sandstone. That is limestone. No, City Hall. There are all guild houses. They belong to the profession. They all had their houses on the main place here. Because 200 years ago, everyone who wanted to be a horrible photographer or whatever profession had to be the member of a guild. And they had to pay a fee for this guild. So they were very rich. And they were able to build these beautiful houses with beautiful facades. Now, the guilds don't exist anymore, and they are owned by private people. That's why there are bars, there are chocolate shops, there are restaurants. And of course, all the gold you see is real, but very thin. But they have very good techniques nowadays for renovating buildings, because the City Hall was already renovated 30 years ago and still looks good. I'm an old man, as you can see. I'm a pensioner. I've known it totally black. So then it was cleaned, and then a kind of protective layer on top of it, so that it doesn't get black anymore because of pollution and so on. Yes? No. Different houses, different owners. You know how much? That one, the Swan, I repeated, that's where Karl Marx proclaimed the Communist Manifesto. Yeah, they're all together. There's one museum, apart from the City Museum, that is the Beer Museum over there.
Maison des Brasseurs. ഞങ്ങളുടെ ഫോട്ടോ ശരി ഓടിയാ പിന്നെ കല്ലുമ്മക്കായും ഫ്രഞ്ച് ഫ്രൈസും ചേർന്ന് ഉള്ള ഒരു ഡിഷ് ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ്. ഇവിടുത്തെ പ്രധാന പട്ടണങ്ങൾ ബ്രസൽസ്, ബ്രൂക്സ്, ആൻഡ്വർക്ക് തുടങ്ങിയതൊക്കെയാണ് ഇവിടുത്തെ പ്രശസ്തമായ. പിന്നെ കെന്റ് എന്ന് പറയുന്ന പട്ടണം ഇവിടുത്തെ പ്രശസ്തമായ ആർക്കിടെക്ചറിന് പേര് കേട്ടതാണ്. ഈ ബ്രൂഷ് എന്ന് പറയുന്നത് BRUGES അത് വളരെ മനോഹരമായ ഒരു പട്ടണമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ടൂറ് വരികയാണെങ്കിൽ ബെൽജിയത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ബ്രസൽസും ബ്രൂഷ്. ബ്രസൽസും നമ്മൾ കണ്ടു. ഒരാഴ്ച നിന്ന് കണ്ടാലും തീരാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ ബെൽജിയത്തിൽ മാത്രമുള്ളത്. അതിൻ്റെ ഓൾഡ് സിറ്റിയും അതിൻ്റെ യൂറോപ്യൻ യൂണിയൻ പാർലമെൻ്റൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വിശദമായിട്ട് സമയം ചെലവഴിച്ച് നടന്നു കാണേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഓറിയൻറ്റേഷൻ ടൂറായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇനി പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ വിശദമായിട്ട് കാണാനുള്ള ഒരു പരിചയപ്പെടുത്തൽ അതിനുള്ള സമയം മാത്രമേ നോക്കുള്ളൂ. അത്രയും ദൂരം നമുക്ക് യാത്ര ചെയ്ത് പോകേണ്ടതുകൊണ്ട്. അതുപോലെ ഇവിടെ നടന്ന ഒരു പ്രധാന യുദ്ധമായിരുന്നു വാട്ടർലൂ യുദ്ധം. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജൂൺ 18, 1815 നടന്ന വാട്ടർലൂ യുദ്ധം നടന്നത് ബെൽജിയത്തിലുള്ള വാട്ടർലൂ എന്ന സ്ഥലത്ത്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രഞ്ച് ഭരണാധിപനെ 7th കോയലേഷൻ പട്ടാളം, അതായത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ആൻഡ് ഗെബാർഡ് ലെബർട്ട് എന്നിവർ ചേർന്നുള്ള രാജാക്കന്മാരുടെ 7th കോയലേഷൻ പട്ടാളമാണ് പരാജയപ്പെടുത്തിയത്. വാട്ടർലൂ യുദ്ധം നെപ്പോളിയൻ യുദ്ധത്തിന്റെ ഒരു അവസാനമായിരുന്നു. ബെൽജിയം 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ഫ്ലാൻഡർ എന്ന ഡച്ച് ഭാഷ സംസാരിക്കുന്ന വടക്കൻ ഭാഗം. നമ്മളിവിടെ കണ്ടു ഈ പല സ്ഥലങ്ങളിലും റോഡിലൊക്കെ ബോർഡുകൾ ഈ 2 ഭാഷകളിലും ഉപയോഗിച്ചിട്ടില്ല. അതായത് ഡച്ചിലും ഫ്രഞ്ചിലും. ബൈലിംഗ്വൽ അതൊരു പ്രത്യേകതയാണ്. എല്ലായിടത്തും ബൈലിംഗ്വലാണ്. ഡച്ചും ഫ്രഞ്ചും ഒരേപോലെ 2 ക്വാർട്ടറുകളിലും അങ്ങനെ സംസാരിക്കുന്ന 2 ക്വാർട്ടറുകൾ രാജ്യത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തൊരു പ്രവിശ്യയാണ് ബലോണിയ. ബലോണിയയെ കുറിച്ച് ഗൈഡ് പറഞ്ഞിരുന്നു നമ്മുടെ സൈറ്റ് സീയിങ്ങിനിടയ്ക്ക്. അത് ഫ്രഞ്ച് സംസാരിക്കുന്ന തെക്കൻ ഭാഗമാണ്. സെൻട്രൽ റീജിയൻ ബ്രസൽസ്, ക്യാപിറ്റൽ റീജിയൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗം കൂടെയാണ്. അവിടെ 2 ഭാഷകളും സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള വേർതിരിവ് കാരണം പല ബെൽജിയക്കാരും അവരുടെ രാജ്യത്തെ ഒരു ആർട്ടിഫിഷ്യൽ കൺട്രി ആയിട്ടാണ് കാണുന്നത്, അങ്ങനെ കളിയാക്കി വിളിക്കുന്നത്. ഈ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന ഡച്ച് സംസാരിക്കുന്ന വടക്കൻ ഭാഗങ്ങൾ മ്യൂസിയത്താലും മധ്യകാല ആർക്കിടെക്ചറിനാലൂടെ നിറഞ്ഞിരിക്കുന്നതാണ്. വൈറ്റ് വാഷ് ചെയ്ത ചെറിയ വീടുകളും മൈലുകളോളം നീളമുള്ള സൈക്കിൾ വീതികളും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഡച്ച് സംസാരിക്കുന്ന വടക്കൻ മേഖലയുടെ രാജ്യത്ത്. അതുപോലെ വടക്കൻ ഭാഗത്തിലെ നോർത്ത് സീ കോസ്റ്റ്ലൈൻ, നോർത്ത് സീ തീരം, കടൽ തീരങ്ങൾ, സർഫിങ്ങിനൊക്കെ, കൈറ്റ് സർഫിങ്ങിനൊക്കെ വളരെ അവസരം നൽകുന്ന സ്ഥലമാണ്. ബലോണിയ എന്ന ഫ്രഞ്ച് സംസാരിക്കുന്ന തെക്കൻ പ്രദേശങ്ങൾ ബെൽജിയത്തിന്റെ കുറച്ച് സ്ലോ ആയ പ്രദേശമാണ്. ഫ്രഞ്ച് ഗ്രാമഭംഗി നിറഞ്ഞ പ്രദേശങ്ങളാണിവ.
ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് 30,528 സ്ക്വയർ കിലോമീറ്റർ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 2018 സെൻസസ് പ്രകാരം 1,12,967,910 പേരാണ് ഇവിടെ ഉള്ളത്. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 363 പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ക്യാപിറ്റൽ ബ്രസൽസ് ആണ്. ഗവൺമെന്റ് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. ഫെഡറൽ സ്റ്റേറ്റ് 3 ഓട്ടോണമസ് റീജിയൻസ് ഉള്ള ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഇവിടെ കിങ് ഫിലിപ്പ് 2013 മുതൽ കിങ് ഫിലിപ്പാണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഈ ഇവിടെ സിംഹാസനം ഏറ്റെടുത്തത് 21 ജൂലൈ 2013 ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അലക്സാണ്ടർ ഡേ പോപ്പ്. അത് 2020 മുതൽ അദ്ദേഹമാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി. സാമ്രാജ്യം അദ്ദേഹത്തിന്റെ 3 മരുമക്കൾക്കായി വിഭജിച്ച് നൽകിയതോടെയാണ് ഈ വിഭജനം തുടങ്ങുന്നത്. ഈ വിഭജനത്തെ ബർട്ടൂൺ ഉടമ്പടി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഒപ്പുവെച്ചത് AD 843 ഭൂമിശാസ്ത്രപരമായിട്ടൊന്നും തിരിച്ചറിവുണ്ടാകാൻ നിവൃത്തിയില്ല. ബെൽജിയത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ അന്ധകാരവിരിപ്പു മാറ്റിടും ചന്ദ്രനേറുന്ന ദീപമേ ആത്മാവിലാശ വീശുന്ന പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ലാവൻഡർ ചെടികളാൽ പ്രദേശങ്ങളിൽ താമസിക്കാം. ലിയോണിലെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ആസ്വദിക്കാം. അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗ്രാമത്തിന്റെ അപാര സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാം. ഫ്രാൻസിന്റെ കടലോരങ്ങളും കുന്നുകളും ഗ്രാമങ്ങളും എല്ലാം അപാര സുന്ദരങ്ങളാണ്. ഇതെല്ലാം ഒരുമിച്ച് ചേർത്താൽ ഒരു സന്ദർശകന് ഒരു വിരുന്ന് ഒരുക്കുവാൻ ഈ താഴ്വരകളുടെ ഒരു സങ്കലനം സന്ദർശകന് വിരുന്നൊരുക്കുന്നത് ഈ താഴ്വരകളുടെ ഒരു സങ്കലനമായിരിക്കും. മാഴ്സയിൽ നിന്ന് തുറമുഖപട്ടണത്തിലെ റൂട്ടുകളിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ പാരീസിലെ ഫ്രീ മാർക്കറ്റുകളിൽ കറങ്ങുമ്പോഴും എല്ലാം അല്ലെങ്കിൽ വൈനിയാർഡ്സിന് പ്രശസ്തമായ ഡെൽസലയും സാൻഡ് ഡ്യൂൺസിന് പ്രശസ്തമായ അറ്റ്ലാന്റിക് കോസ്റ്റ് തുടങ്ങിയ ഫ്രാൻസ് തന്നെയാണ് ഏറ്റവും സന്ദർശകരെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈവിധ്യമാർന്ന പലവിധ ഫ്രാൻസിന്റെ വൈവിധ്യത പലവിധത്തിൽ ഫ്രാൻസിന്റെ ഒരു ഇന്ദ്രജാലമാണ്. അതുകൊണ്ടാണ് പല മാഗസിനുകളും ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം അവരുടെ ജോലികൾ അവരുടെ വർക്കുകളൊക്കെ ഫ്രഞ്ച് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും അതുപോലെ ഫ്രഞ്ച് വൈനിയാർഡ്സിനെ കുറിച്ചും ഒരുപാട് ലേഖനങ്ങളൊക്കെ ഞങ്ങളിന്ന് പാരീസിലെത്തി. ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടാണ്
റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് വന്നപ്പോൾ പാരീസിൽ എത്തിയപ്പോൾ ചെറിയ മഴ പൊടിഞ്ഞിരുന്നു. ഞങ്ങൾ ബസ്സിലായിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിൽ ഇറങ്ങുമ്പോഴും നേരിയ മഴയുണ്ടായിരുന്നു. പക്ഷേ കുടയൊന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല. ഞങ്ങൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ നടന്നു പോയി അങ്ങോട്ട്. തൊട്ട് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് നിർത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും മഴയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് കാഴ്ചകളേക്കാൾ കൂടുതൽ യാത്രയായിരുന്നു. അപ്പോൾ ഇനി പാരീസിലെ വിശേഷങ്ങളും എല്ലാമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ യാത്രയുടെ ഇനി വിവരണങ്ങൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നാളെ ഞങ്ങളുടെ പാരീസിലെ വിശേഷങ്ങളായിരിക്കും. നാളെ പാരീസിലെ ഗൈഡഡ് സിറ്റി ടൂറും റിവർ ക്രൂയിസും ആണുള്ളത്. അപ്പോൾ നാളെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.